Good morning, dear students. In the last class, we discussed the first part of the trip of Lehola. I hope all of you have gone through the chapter and it is now very clear for you all. Today, let's move on to the remaining part of the same chapter. First, let me read. We are now at 2000 meters. We go up to 2350. Then the balloon stops. We blow the siren and are surprised that no one answers us from the stars. ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടെന്ന് വിചാരിക്കുകയാണ്. ഇപ്പോൾ ദേ ആർ 2000 മീറ്റേഴ്സ് അവേ. അവരുടെ ഹൈറ്റ് എന്ന് പറയുന്നത് 2000 മീറ്ററാണിപ്പോൾ ലേഹുള്ള എന്ന ബലൂണിൻ്റെ. 2300 വരെയാണ് 350 അതുവരെയാണ് മാക്സിമം പോകാൻ പറ്റത്തുള്ളൂ. അതിനുശേഷം ബലൂൺ അവിടെ സ്റ്റോപ്പ് ചെയ്യും. ആൻഡ് ദേ ഹാവ് കണ്ടിന്യൂലി ബ്ലോൺ ദ സൈറൻ ആൻഡ് നോ വൺ ആൻസേർഡ് ഫ്രം ദ സ്റ്റാർസ്. ആകാശത്ത് നിന്ന് അതിനൊരു റിപ്ലൈ ഇല്ല. ദാറ്റ് മീൻസ് ദേ ആർ എലോൺ ദർ. We are now going down rapidly. M. Mallet keeps crying, throw out more ballots. And the sand and stones that we throw over come back in our faces as if they are going up, thrown from below toward the stars. So rapid is our descent. ഇപ്പോൾ അവർ വളരെ സ്പീഡിൽ താഴേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. മാലറ്റ് കയ്യിലുള്ള വസ്തുക്കളൊക്കെ പുറത്തേക്ക് എറിയാൻ പറയുന്നുണ്ട്. അവരുടെ കയ്യിലുള്ള സാൻഡ്, സ്റ്റോണ് എല്ലാം താഴേക്ക് എറിയുന്നു. പക്ഷേ താഴേക്കിടുന്ന സംഭവങ്ങളൊക്കെ അതേ സ്പീഡിൽ മുകളിലേക്ക് തന്നെ വരുന്നു. That means they are rapidly descending. Here is the earth. Where are we? It's now past midnight and we are crossing a broad, dry, well-cultivated country. To the right is a large city and farther away to the left is another. But suddenly from the earth appears a bright fairy light. It disappears, reappears, and once more disappears. But one hardly has time to see them as the balloon passes as quickly as the wind. Now the balloon is passing a cultivated country. നല്ല വെജിറ്റേഷൻസ് ഒക്കെ ഉള്ള ഒരു ഡ്രൈ ആയിട്ടുള്ള ഒരു സ്ഥലത്തിലൂടെയാണ് ഇപ്പോൾ അവരുടെ ബലൂൺ കടന്നു പോകുന്നത്. അവർ താഴെ കുറച്ച് സിറ്റിയൊക്കെ കാണുന്നുണ്ട്. പെട്ടെന്ന് ഭൂമിയിൽ നിന്നൊരു ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു ലൈറ്റ് കണ്ടു. അത് അപ്പിയർ ചെയ്യും, പെട്ടെന്ന് പ്രത്യക്ഷപ്പെടും, പിന്നെ പെട്ടെന്ന് കാണാതാവും. പക്ഷെ അതെന്താണെന്ന് അവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അതിന് സമയമില്ല. ബലൂൺ അത്രയും സ്പീഡിലാണ് ഓരോ സ്ഥലവും കടന്നു പോകുന്നത്. ആസ് ക്വിക്ക്ലി ആസ് ദ വിൻഡ് എന്നാണ് പറയുന്നത്. കാറ്റിൻ്റെ അത്രയും ക്വിക്കായിട്ടാണ് ബലൂൺ കടന്നു പോകുന്നത്. അതുകൊണ്ട് താഴെ കാണുന്ന കാഴ്ചകൾ അവർക്ക് അത്ര വ്യക്തമായിട്ട് മനസ്സിലാവുന്നില്ല. We are now quite near the earth and Bear exclaims, "Look at that! What is that running over there in the fields? Isn't it a dog?" Indeed, something is running along the ground with great speed, and this something seems to jump over ditches, roads, trees with such ease that we could not understand what it might be. ഇപ്പോൾ അവർ പോകുന്നത് ഭൂമിയോട് ഏറെക്കുറെ അടുത്തിട്ടാണ്. പെട്ടെന്ന് കൂടെയുള്ള ബിയർ പറഞ്ഞു, നോക്കൂ താഴെ നോക്കൂ, സംതിങ് ഈസ് റണ്ണിങ് ആൻഡ് ഇറ്റ് മസ്റ്റ് ബി എ ഡോഗ്. ഒരു നായയാണോ എന്തോ ഓടുന്നതിൻ്റെ നിഴൽ കാണാൻ പറ്റുന്നുണ്ട്. പക്ഷേ അത് നായയാണോ എന്നുള്ള കാര്യം മനസ്സിലാവുന്നില്ല. എന്തോ ഒരു സംഭവം ഇങ്ങനെ മരത്തിൻ്റെ ഇടയിലൂടെ റോട്ടിലൂടെ ഒക്കെ ചാടി പോകുന്നുണ്ട്. പക്ഷെ എന്താണെന്ന് അവർക്ക് മനസ്സിലാവുന്നില്ല. കാരണം ബലൂൺ അത്രയും സ്പീഡിലാണ് മുന്നോട്ട് പോകുന്നത്. The captain laughs. It's the shadow of our balloon. It will grow as we descend. അപ്പോൾ ക്യാപ്റ്റൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അതൊരു നായ ഒന്നുമല്ല, നമ്മുടെ ബലൂണിൻ്റെ ഷാഡോ ആണ്. നമ്മൾ താഴേക്ക് ഇറങ്ങുന്നതിനനുസരിച്ച് ആ നിഴൽ വലുതായി വരും. I distinctly heard a great noise of foundries in the distance. And according to the polar star which we have been observing all night, we are heading straight for Belgium. ഇപ്പോൾ അദ്ദേഹത്തിന് ദൂരെ നിന്ന് വെള്ളത്തിൻ്റെയൊക്കെ ശബ്ദം കേൾക്കാൻ പറ്റുന്നുണ്ട്. അവർ നക്ഷത്രത്തെ നോക്കിയാണ് ദിശ തീരുമാനിക്കുന്നത്. കഴിഞ്ഞ രാത്രി മുതൽ അവർ പോളാർ സ്റ്റാറിനെ നിരീക്ഷിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ സ്റ്റാറിൻ്റെ ദിശ നോക്കിയിട്ട് അവർക്ക് മനസ്സിലായത് അവർ ബെൽജിയത്തിൻ്റെ നേരെയാണ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് എന്നാണ്. Our siren and our two horns are continually calling. We bellow, "Where are we?" But the balloon is going so rapidly that the bewildered man has not even time to answer us. The growing shadow of Lehola, as large as a child's ball, is fleeing before us over the fields, roads, and woods.
അവർ അവരുടെ കയ്യിലുള്ള സൈറണും ഹോണും ഒക്കെ കണ്ടിന്യൂസ് ആയിട്ട് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. താഴെ ആളുകൾ കാണുമ്പോൾ അവരിങ്ങനെ ചോദിക്കുന്നുണ്ട്, വേർ ആർ വി, ഞങ്ങളിപ്പോൾ എവിടെയാണ്, ഇത് ഏതാണ് സ്ഥലം? പെട്ടെന്ന് ഇങ്ങനെ ബലൂണിൽ നിന്ന് ആദ്യമായിട്ട് ആളുകളൊക്കെ ഇങ്ങനെ സംസാരിക്കുന്നത് കാണുമ്പോൾ താഴെയുള്ള ആളുകൾക്കൊരു അങ്കലാപ്പും ഒരു പരിഭ്രമമൊക്കെ ഉണ്ടാവുമല്ലോ. അത് മാറി അവരെന്തെങ്കിലും തിരിച്ചു പറയാൻ തുടങ്ങുന്നതിന് മുമ്പ് ബലൂൺ അടുത്ത സ്ഥലത്തെത്തിയിട്ടുണ്ടാവും. അതുകൊണ്ട് ദേ ഡിഡ്ന്റ് ഗെറ്റ് ടൈം ടു ആൻസർ. താഴെയുള്ള ആളുകൾക്ക് സംസാരിക്കാൻ സമയം കിട്ടുന്നില്ല, അപ്പോഴേക്കും ബലൂൺ പോയി. ദെൻ അവരുടെ പിന്നാലെ ലേഹോറിൽ ഇങ്ങനെ വരുന്നുണ്ട്. ദേ ആർ മൂവിങ് ഓൺ. It goes along steadily, preceding us by about a quarter of a mile, and now I am leaning out of the basket, listening to the roaring of the wind in the trees and across the harvest fields. I say to Captain Jarvis, how the wind blows. So they are moving on. ബലൂൺ അങ്ങനെ മൂവ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. നമ്മുടെ ഓദർ മോപ്പസാൻഡ് ബാസ്ക്കറ്റിൽ നിന്ന് പുറത്തേക്ക് ഏന്തി വലിഞ്ഞ് നോക്കുന്നുണ്ട്. സഡൻലി ഹി ഹേർഡ് ദ സൗണ്ട് ഓഫ് വിൻഡ്. കാറ്റിൻ്റെ ശബ്ദം കേട്ടു. എന്നിട്ട് അദ്ദേഹം ക്യാപ്റ്റനോട് പറഞ്ഞു, ഹൗ ദ വിൻഡ് ബ്ലോസ്, നന്നായിട്ട് കാറ്റ് വീശുന്നുണ്ടല്ലോ. ഹി ആൻസേഴ്സ്, നോ, ദോസ് ആർ പ്രോബബ്ലി വാട്ടർഫോൾസ്. ഐ ഇൻസിസ്റ്റ്, ഷുവർ ഓഫ് മൈ ഇയർ ദാറ്റ് നോസ് ദ സൗണ്ട് ഓഫ് ദ വിൻഡ് ഫ്രം ഹിയറിംഗ് ഇറ്റ് സോ ഓഫൻ വിസിൽ ത്രൂ ദ റിഗിങ്. ക്യാപ്റ്റനോട് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞത് അത് വാട്ടർഫോൾസ് ആണെന്നാണ്. പക്ഷേ മോപ്പസാന്തിന് അറിയാം അത് വാട്ടർഫോൾസ് അല്ല. കാരണം പായ്ക്കപ്പലിൽ വലിച്ചു കെട്ടിയ കയറിൽ ഇങ്ങനെ കാറ്റ് തട്ടുമ്പോഴുള്ള ശബ്ദം അദ്ദേഹത്തിന് വ്യക്തമായിട്ട് മനസ്സിലാവുന്നുണ്ട്. Then Jarvis nudges me. He fears to frighten his happy, quiet passengers, for he knows full well that a storm is pursuing us. അപ്പോൾ ശരിക്കും എന്താണ്, ക്യാപ്റ്റനും അറിയാം അതൊരു കാറ്റിൻ്റെ ശബ്ദം തന്നെയാണെന്ന്. പക്ഷേ ഹി ഡസൻറ്റ് വോണ്ട് ഹിസ് ഹാപ്പി ക്വയറ്റ് പാസഞ്ചേഴ്സ് ടു ബി ബിവിൽഡേർഡ്. അദ്ദേഹത്തിൻ്റെ ആ പാസഞ്ചേഴ്സിനെ വിഷമിപ്പിക്കണമെന്ന് അദ്ദേഹത്തിന് യാതൊരു ആഗ്രഹം ഉണ്ടായിരുന്നില്ല. ദേ ആർ വെരി ഹാപ്പി നൗ, ദേ ആർ എൻജോയിങ് ദ ജേണി. അപ്പോൾ അവർ ആ രീതിയിൽ തന്നെ പോയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അദ്ദേഹം ഇങ്ങനെ ഒരു സ്റ്റോമിൻ്റെ കാര്യമൊന്നും പറയാതിരുന്നത്. ആക്ച്വലി എ സ്റ്റോം ഈസ് ഫോളോയിങ് ദം. ഒരു കൊടുങ്കാറ്റ് വീശുന്നുണ്ട്. Suddenly the lights of a town appear before us. Such a wonderful flow of fire appears below us that I think myself transported into some fairy land where precious stones are manufactured for giants. പെട്ടെന്ന് അവരൊരു നഗരത്തിൻ്റെ ഒരു സിറ്റിയുടെ മുകളിലെത്തി, ഒരു ടൗണിൻ്റെ മുകളിലെത്തി. അവിടെ നിന്ന് നല്ല വെളിച്ചം കാണുന്നുണ്ട്. അത് കണ്ടപ്പോൾ ഓദറിന് ഓർമ്മ വന്നത് എന്താണ്, എ ഫെയറി ലാൻഡ്, ഒരു മാജിക്കൽ ലാൻഡിലെത്തിയ പോലെ. എങ്ങനെയുള്ള ഫെയറി ലാൻഡാണ്? വേർ പ്രഷ്യസ് സ്റ്റോൺസ് ആർ മാനുഫാക്ചർഡ് ഫോർ ജയൻസ്. രാക്ഷസന്മാർക്ക് വേണ്ടി വില കൂടിയ രത്നങ്ങളും കല്ലുകളൊക്കെ നിർമ്മിക്കുന്ന ഒരു മാജിക്കൽ ലാൻഡിലെത്തിയൊരു പ്രതീതിയായിരുന്നു അത്. The clouds are gathering behind us, hiding the moon, whereas towards the east the sky is growing lighter, becoming clear blue tinged with red. It's dawn. How yet another beautiful sight. മറ്റൊരു മനോഹരമായ കാഴ്ച. എന്താണ്? കിഴക്ക് ഭാഗത്തേക്ക് നോക്കുമ്പോൾ ഇപ്പോൾ ചന്ദ്രനെ കാണുന്നില്ല, മേഘങ്ങൾ വന്ന് മൂടിയിട്ടുണ്ട്. കിഴക്ക് ഭാഗത്ത് ദ സ്കൈ ഈസ് ഗ്രോയിങ് ലൈറ്റർ. ആകാശത്തിൻ്റെ നിറം ആ ഡാർക്കിൽ നിന്ന് ലൈറ്റായിട്ട് വരുന്നുണ്ട്. ദെൻ ആഫ്റ്റർ സം ടൈം ഇറ്റ് ബിക്കംസ് ക്ലിയർ ബ്ലൂ വിത്ത് എ റെഡ് സ്പോട്ട്. ഒരു റെഡും ബ്ലൂവും ഒക്കെ ചേർന്ന ഒരു കളറാവുന്നുണ്ട് കിഴക്ക് ഭാഗത്ത്. ദാറ്റ് മീൻസ് ഇറ്റ് ഇസ് ഡോൺ, പ്രഭാതമായി. It grows rapidly, now showing us all the little details of the earth, the trains, the brooks, the cows, the goats. ഇപ്പോൾ മുഴുവനായിട്ടും വെളിച്ചമായി. താഴേക്ക് നോക്കുമ്പോൾ ഭൂമിയിലുള്ള എല്ലാ ചെറിയ ചെറിയ കാര്യങ്ങളും ഇപ്പോൾ കാണാൻ പറ്റുന്നുണ്ട്. മരങ്ങൾ, അരുവികൾ, പശുക്കൾ, ആടുകൾ എല്ലാം ഇപ്പോൾ കാണാൻ പറ്റുന്നുണ്ട്. എവറിത്തിങ് ഈസ് വിസിബിൾ. And all this passes beneath us with surprising speed. Cocks are crowing, but the voice of ducks drowns everything. താഴെയുള്ള എല്ലാം വളരെ സ്പീഡിലാണ് പോകുന്നത്. ദാറ്റ് മീൻസ് ദ ബലൂൺ ഈസ് ഗോയിങ് വെരി റാപ്പിഡ്ലി, വെരി ക്വിക്ക്ലി. കോഴികളുടെ ശബ്ദം കേൾക്കുന്നുണ്ട്. പിന്നെയോ അതിൻ്റെ ശബ്ദത്തിൻ്റെ മുകളിൽ താറാവുകളും ശബ്ദം ഉണ്ടാക്കുന്നുണ്ട്. The early rising peasants are waving their arms and crying to us, let yourselves drop, but we go along steadily, neither rising nor falling, leaning over the edge of the basket and watching the world fleeing under our feet.
അതിരാവിലെ എണീറ്റ് ജോലിക്ക് പോകുന്ന കർഷകർ ഇവരെ കണ്ടിട്ട് പേടിച്ചിട്ട് പറയുന്നുണ്ട് താഴേക്ക് ഇറങ്ങുമെന്ന്. പക്ഷേ ഇറങ്ങുന്നില്ല. ഞങ്ങൾ മുകളിലേക്ക് ഉയരുന്നുമില്ല, താഴേക്ക് വീഴുന്നില്ല. സ്റ്റഡി ആയിട്ട് ഇങ്ങനെ പോവാണ്. ഓൾ ദ പാസഞ്ചേഴ്സ് ആർ ലീനിങ് ഓവർ ദ എഡ്ജ് ഓഫ് ദ ബാസ്ക്കറ്റ് ആൻഡ് വാച്ചിങ് ദ വേൾഡ് ഫ്ലീയിങ് അണ്ടർ അവർ ഫീറ്റ്. ഞങ്ങൾക്ക് താഴെ കൂടെ ഇങ്ങനെ പോകുന്ന ഈ ഭൂമിയെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അതിലുള്ള എല്ലാ പാസഞ്ചേഴ്സും. And indeed, far ahead of us stretches a bright highway in the light of the dawning day. Yes, it looks like a river, an immense river full of islands. കുറച്ച് അപ്പുറത്തേക്ക് നോക്കിയപ്പോൾ ഒരു ഹൈവേ പോലെ എന്തോ ഒരു സംഭവം കാണുന്നുണ്ട്. ഒന്നുകൂടി അടുത്തെത്തിയപ്പോഴാണ് മനസ്സിലായത് ഇറ്റ് ഇസ് നോട്ട് എ ഹൈവേ ബട്ട് ഇറ്റ് ഇസ് നോട്ട് എ ഹൈവേ റോഡ് ബട്ട് ഇറ്റ് ഇസ് എ റിവർ ഫുൾ ഓഫ് ഐലൻഡ്സ്. ഒരുപാട് ദ്വീപുകളൊക്കെ ഉള്ള ഒരു പുഴയായിരുന്നു അത്. ഗെറ്റ് റെഡി ഫോർ ദ ഡിസെന്റ്, cries the captain. He makes M. Mallet leave his net and return to the basket. Then we pack the barometers and everything that could be injured by possible shocks. M. Besant exclaims, "Look at the mast over there to the left. We are at the sea." അപ്പോൾ പെട്ടെന്നാണ് ക്യാപ്റ്റൻ പറഞ്ഞത് ഗെറ്റ് റെഡി ഫോർ ദ ഡിസെൻറ്റ്, നമ്മൾ ഇറങ്ങാൻ പോവാണ്, എല്ലാവരും റെഡി ആയിക്കോളൂ. അപ്പോൾ അവർ കൂടെ കരുതിയിരുന്ന എല്ലാ സാധനങ്ങളും പാക്ക് ചെയ്ത് വെച്ചു. ബാരോമീറ്റേഴ്സും ബാക്കി പെട്ടെന്ന് ലാൻഡ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഷോക്കിൽ കേടുവരാൻ സാധ്യതയുള്ള എല്ലാ കാര്യങ്ങളും അവർ സുരക്ഷിതമായിട്ട് പാക്ക് ചെയ്ത് വെച്ചു. പെട്ടെന്ന് എം ബസന്ത് പറയുന്നു, നോക്കൂ അവിടെ പായ്ക്കപ്പൽ കാണാൻ പറ്റും. ദാറ്റ് മീൻസ് വി ആർ അറ്റ് ദ സീ, നമ്മൾ കടലിൻ്റെ മുകളിലാണ്. Folks have hidden it from us until then. The sea is everywhere to the left and opposite us. അതുവരെ ഒരു ചെറിയ മഞ്ഞുണ്ടായിരുന്നു. ആ മഞ്ഞ് കാരണം ഞങ്ങൾക്ക് മനസ്സിലാകാതെ പോയതാണ് അവിടെ കടലുണ്ട് എന്നുള്ളത്. ഇപ്പോൾ എങ്ങോട്ട് നോക്കിയാലും ചുറ്റും കടൽ മാത്രമാണ്. ആൻഡ് ഇറ്റ് ഇസ് ടൈം ഫോർ ഡിസെൻറ്റ്, അവർക്ക് ഇറങ്ങാനുള്ള സമയവുമായി. ലെറ്റ്സ് സീ വാട്ട് വിൽ ഹാപ്പൻ. ഇറ്റ് ഈസ് നെസസറി ടു ഡിസെൻറ്റ് വിതിൻ എ മിനിറ്റ് ഓർ ടു. The rope to the escape valve, which has been religiously enclosed in a little white bag and placed in sight of all so that no one will touch it, is unrolled, and M. Mallet holds it in his hand while Captain Jarvis looks for a favorable landing. So it is time for them to descend. കുറച്ച് ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ അവർക്ക് ഇറങ്ങിയേ പറ്റുള്ളൂ. അപ്പോൾ അവർക്ക് ആങ്കർ ചെയ്യാനുള്ള ഈ ബലൂണിനെ ഭൂമിയിൽ ഉറപ്പിച്ച് നിർത്താനുള്ള കയറൊക്കെ എടുത്ത് അവർ റെഡി ആയിട്ട് നിൽക്കുകയാണ്. എം മാലറ്റ് അത് കയ്യിൽ പിടിച്ച് നിൽക്കുന്നുണ്ട്. ക്യാപ്റ്റൻ ജോവിസ് അവർക്ക് ഫേവറബിളായിട്ട് ലാൻഡിങ്ങിനുള്ള സ്ഥലം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ബിഹൈൻഡ് അസ് ദ തണ്ടർ ഇസ് റംബ്ലിംഗ് ആൻഡ് നോട്ട് എ സിംഗിൾ ബേർഡ് ഫോളോസ് അവർ മാഡ് ഫ്ലൈറ്റ്. ഇടിയൊക്കെ മുഴങ്ങുന്നുണ്ട്, ഒരു പക്ഷി പോലും ഇല്ല ഞങ്ങളുടെ കൂടെ. We are passing over a canal. The basket trembles and tips over slightly. The guy rope touches the tall trees on both banks. We pass with frightful rapidity over a large farm from which the bewildered chickens, pigeons and ducks fly away, while the cows, cats and dogs run terrified toward the house. ഇപ്പോൾ അവരൊരു കനാൽ പാസ് ചെയ്തുകൊണ്ട് പോവാണ്. ബാസ്ക്കറ്റ് ചെറുതായിട്ട് കുലുങ്ങുന്നൊക്കെ ഉണ്ട്. ഭയങ്കര സ്പീഡിൽ ഇപ്പോൾ അവർ ഒരു ഫാമിൻ്റെ മുകളിലൂടെയാണ് പോകുന്നത്. ആ ഫാമിലുള്ള കൗസും ക്യാറ്റും ഡോഗും പീജണും ചിക്കൻസും ഒക്കെ പേടിച്ച് അവരുടെ വീടിൻ്റെ ഉള്ളിലേക്ക് ഫാമിൻ്റെ അകത്തേക്ക് ഓടിക്കയറുന്നുണ്ട്. ജസ്റ്റ് 1/2 bag of ballast is left. Jarvis throws it overboard and Lehola flies lightly across the roof. The captain once more cries the escape valve. M. Mallet reaches for the rope and hangs to it, and we drop like an arrow. With a slash of a knife, the cord which retains the anchor is cut, and we drag this grapple behind us to a field of beads. Here are the trees. Take care, hold fast, look out for your heads. So they are anchoring the balloon. ബലൂൺ എവിടെയെങ്കിലും ഉറപ്പിച്ച് നിർത്താനുള്ള ശ്രമമാണ്. അവർ ആ റോപ്പ് കട്ട് ചെയ്തു, എന്നിട്ട് ആങ്കർ എറിയാൻ നിൽക്കുകയാണ്. അപ്പോൾ ക്യാപ്റ്റൻ എല്ലാവരോടും പറയുന്നുണ്ട് ചുറ്റും മരങ്ങളൊക്കെ ഉണ്ട്, അതുകൊണ്ട് എല്ലാവരും ലുക്ക് ഔട്ട് ഫോർ യുവർ ഹെഡ്സ്, ശ്രദ്ധിച്ചിരിക്കാൻ പറയാണ്. വി പാസ് ഓവർ ദം, ദെൻ എ സ്ട്രോങ് ഷോക്ക് ഷേക്സ് അസ്, ദ ആങ്കർ ഹാസ് ടേക്കൺ ഹോൾഡ്. പെട്ടെന്ന് അവർ ആ ആങ്കർ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ, അങ്ങനെ നങ്കൂരം ഇടാനുള്ള സാധനമാണ്. അതായത് ഇവരെ ബലൂണിനെ മണ്ണിൽ ഉറപ്പിച്ച് നിർത്താനുള്ള കൂർത്ത ആഗ്രഹമുള്ള സംഭവമാണ്. അത് എറിഞ്ഞിട്ടുണ്ട് ഇവർ, കയറുമായിട്ട് ബന്ധിപ്പിച്ചിട്ടുള്ള ആ ആഗ്രഹം ഇവർ എറിഞ്ഞിട്ടുണ്ട്. പെട്ടെന്ന് അത് എവിടെയോ ഉറച്ചു നിന്നു.
അതിൻ്റെ ഭാഗമായിട്ട് ബാസ്ക്കറ്റ് ഒന്ന് കുലുങ്ങി. ലുക്ക് ഔട്ട്, ടേക്ക് എ ഗുഡ് ഹോൾഡ്, റേസ് യുവർ സെൽഫ് ബൈ യുവർ റിസ്റ്റ്, വി ആർ ഗോയിങ് ടു ടച്ച് ദ ഗ്രൗണ്ട്. ക്യാപ്റ്റൻ എല്ലാവർക്കും വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കുകയാണ്. എല്ലാവരും പിടിച്ചിരുന്നോളൂ, നമ്മൾ ഭൂമിയെ ടച്ച് ചെയ്യാൻ പോവാണ്. The basket does indeed strike the earth. Then it flies up again. Once more it falls and bounces upward again. And at last it settles on the ground while the balloon struggles madly like a wounded beast. ഇപ്പോൾ ബാസ്ക്കറ്റ് ഭൂമി ടച്ച് ചെയ്തു, പെട്ടെന്ന് പിന്നെ ഉയർന്നു, വീണ്ടും താഴ്ന്നു, അങ്ങനെ കുറച്ച് സമയം ഉയർന്നും താഴ്ന്നും കളിച്ചതിന് ശേഷം it became steady. Peasants run towards us, but they do not dare approach. For one cannot set foot on the ground until the bag is almost completely deflated. അപ്പോൾ ഇവർ ബലൂൺ ലാൻഡ് ചെയ്തു. അവിടെ ഉണ്ടായിരുന്ന കർഷകരൊക്കെ അവരുടെ അടുത്തേക്ക് വരുന്നുണ്ട്, പക്ഷേ പേടിയാണ്, കുറച്ച് അകലെയാണ് നിൽക്കുന്നത്. Then almost at the same time as the bewildered men, some of whom showed their astonishment by jumping with the wild gestures of savages, all the cows that are grazing along the coast come towards us, surrounding our balloon with a strange and comical circle of horns, big eyes and blowing nostrils. അപ്പോൾ എല്ലാവരും ആകെ പുതിയൊരു സംഭവം കണ്ട ആ ഒരു അങ്കലാപ്പിൽ ഇവരുടെ ചുറ്റും നിൽക്കുകയാണ്. അതിൽ മനുഷ്യരുണ്ട്, മൃഗങ്ങളുണ്ട്, സമീപത്തൊക്കെ പുല്ലും മേഞ്ഞുകൊണ്ടിരുന്ന പശുക്കളും എല്ലാവരും ഇവരെ ഒരു സർക്കിൾ ചെയ്തിട്ട് നിന്നു. With the help of the accommodating and hospitable Belgian peasants, we are able in a short time to pack up all our materials and carry it to the station at haste, where at 20 minutes past 8 we take the train for Paris. അങ്ങനെ അവിടുത്തെ നല്ലവരായ ആളുകളുടെയൊക്കെ സഹായം കൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ അവർ ഹേസ്റ്റിലെ ഒരു സ്റ്റേഷനിലെത്തുകയും അവർക്ക് പാരീസിലേക്ക് ട്രെയിൻ കിട്ടുകയും ചെയ്തു. അവർ 3:15 രാവിലെ 3:15 അവരുടെ ബലൂൺ താഴേക്ക് ഇറങ്ങാൻ തുടങ്ങിയിരുന്നത്. Thanks to Captain Jarvis, thanks to this brave man, we were able to see in a single night from far up in the sky the setting of the sun, the rising of the moon and the dawn of day, and to go from Paris to the mouth of the Scheldt through skies. ഇനി അദ്ദേഹത്തിൻ്റെ ഈ ഒരു ട്രാവൽ എസ്സേ അവസാനിപ്പിക്കുന്നത് ക്യാപ്റ്റൻ ജോബിസിന് നന്ദി പറഞ്ഞുകൊണ്ടാണ്. അദ്ദേഹം കാരണം ഇവർക്ക് ഒരു ദിവസം തന്നെ സൂര്യാസ്തമയവും സൂര്യോദയവും ചന്ദ്രോദയവും കാണാൻ സാധിച്ചു. ഇങ്ങനെ ഒരു വണ്ടർഫുൾ ജേണിക്ക് കാരണക്കാരനായിട്ടുള്ള ക്യാപ്റ്റൻ ജോബിസിന് അദ്ദേഹം നന്ദി പറയുകയാണ്. ഷെൽട്ട് എന്ന് പറയുന്നത് ഫ്രാൻസിൽ നിന്ന് ഉത്ഭവിച്ച് ബെൽജിയത്തിലൂടെ ഒഴുകുന്ന ഒരു റിവറാണ്. സോ ദിസ് ഈസ് ദ എൻഡ് ഓഫ് അവർ ട്രാവൽ എസ്സേ ദ ട്രിപ്പ് ഓഫ് ലേഹോള. ഐ ഹോപ്പ് യു ഹാവ് എൻജോയ്ഡ് ഇറ്റ്. വളരെ നല്ലൊരു എക്സ്പീരിയൻസ് അല്ലേ? നമുക്കൊക്കെ ശരിക്കും അതുപോലെ ഒരു എയർഫീൽഡ് ബലൂണിൽ യാത്ര ചെയ്ത പോലെ തോന്നിയില്ലേ? അപ്പോൾ കണ്ട കാഴ്ചകളൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ മോപ്പസാന്ത് ഇവിടെ ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. സോ സീ യു ഇൻ ദ നെക്സ്റ്റ് ക്ലാസ് വിത്ത് അനദർ വീഡിയോ. താങ്ക് യു.